മുസ്ലിം ലീഗിന്റെ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം. മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് നിർദ്ദേശം നൽകിയത്. പ്ലോട്ട് വിഭജനം നടത്താൻ അനുമതി തേടാതെ നിർമ്മാണം തുടങ്ങി എന്ന് കാണിച്ച് നേരത്തെ സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് നിർമ്മാണം നിർത്തിവെക്കാൻ സെക്രട്ടറി ലീഗ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത്. ഫൈസൽ നെടുമ്പാല ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, വളരെ വേഗത്തിൽ ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടെയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇത്തരത്തിലൊരു നിർദ്ദേശം. ഇത് എപ്പോഴാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്? ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? ജിന, കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായി മുസ്ലിം ലീഗിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ചട്ടലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം രേഖാമൂലം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരു നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസിന് കൃത്യമായി കൊണ്ട് മറുപടി നൽകി എന്നുള്ളതാണ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PM.S. സലാമും അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നിയമ തടസ്സവുമില്ല, പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. എന്നാൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുസ്ലിം ലീഗിന് നൽകിയത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പ്ലോട്ട് തിരിച്ചുകൊണ്ടുള്ള നിർമ്മാണത്തിന് അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ 68 വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലിക അനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു അനുമതി പ്ലോട്ട് തിരിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി 7 വീടുകളുടെ നിർമ്മാണ അനുമതി തേടിയതാണ് ഇപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ സെൽഫ് സർട്ടിഫൈഡ് അനുമതി ചട്ടവിരുദ്ധമാണ്. 68 വീടുകൾക്ക് ഒരുമിച്ച് അപേക്ഷ നൽകുകയും 7 വീടുകൾക്ക് മാത്രമുള്ള പ്രത്യേക അനുമതി തേടാൻ സന്നദ്ധമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് കെട്ടിട നിർമ്മാണ ചട്ടലംഘനമാണെന്ന് കാണിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകുകയും ഇന്ന് വൈകിട്ട് സ്ഥലം സന്ദർശിച്ച ശേഷം ഈ പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും മുസ്ലിം ലീഗിന് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി ഈ 68 പ്ലോട്ടുകൾക്ക് ഒരുമിച്ച് പെർമിഷൻ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിർദ്ദേശം കൂടി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. സെപ്റ്റംബർ 1-നാണ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെയാണ് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നിരവധി വിവാദങ്ങളും പ്രശ്നങ്ങൾക്കൊടുവിലാണ് മുസ്ലിം ലീഗ് ഈ ഒരു നിർമ്മാണം മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആ ഭൂമി ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് ബോർഡിന്റെ പ്രശ്നങ്ങളൊക്കെ നിലനിന്ന് വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 22 ദിവസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ജിന, ഫൈസലി, പ്ലോട്ട് വിഭജനത്തിന് അനുമതി തേടിയില്ല എന്നാണല്ലോ പ്രധാന കാരണം ഈ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. അത് നമ്മൾ അന്വേഷിച്ചിരുന്നോ? എന്താണ് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ജീന, ഇതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. 68 വീടുകളുടെ നിർമ്മാണം തുടങ്ങിയതാണ് ചട്ടലംഘനമായി കണക്കാക്കുന്നത്. ഇത് സെൽഫ് സർട്ടിഫൈഡ് അനുമതി സ്വന്തമായി എടുത്ത് വലിയ നിർമ്മാണം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് നോട്ടീസിൽ പറയുന്നത്. അതായത് ഒരു ഭൂമിയിൽ നമുക്കറിയാം വലിയ 100 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. 100 വീടുകളിന് ഒരുമിച്ചാണ് പെർമിഷൻ എടുക്കേണ്ടത്. എന്നാൽ അതിന് പകരമായി കൊണ്ട് 7 വീടുകൾ, ഓരോ വീടിനും സെപ്പറേറ്റ് ആയിക്കൊണ്ട് അനുമതി തേടിയതാണ് ചട്ടലംഘനമായി കണക്കാക്കിയിരിക്കുന്നത്. നമുക്കറിയാം നിലവിൽ ഈ 68 വീടുകൾക്കാണ് ഒരു പ്ലോട്ടിൽ അനുമതി കൊടുക്കേണ്ടത്. ആ അനുമതി കൊടുക്കേണ്ട സ്ഥലത്ത് 7 വീടുകൾക്ക് സെപ്പറേറ്റ് ആയിക്കൊണ്ട് അനുമതി തേടിയതാണ് ഇപ്പോൾ ഒരു ചട്ടലംഘനമായി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസിൽ പറയുന്നത്. ഇതൊരു സാങ്കേതിക തകരാർ മാത്രമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ മറുപടി. നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ ഇക്കാര്യം സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയച്ചത് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷമാണ് ഇതിന് കൃത്യമായി പെർമിറ്റ് ഉണ്ട് എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ PM.S. സലാമും സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നോട്ടീസുകൾ സാധാരണഗതിയിൽ വരാറുണ്ട്. പരാതികൾ ലഭിച്ചാൽ നോട്ടീസുകൾ വരും, അതിന് കൃത്യമായിക്കൊണ്ട് മറുപടി നൽകുകയും ചെയ്യും. ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ളത് മാത്രമാണ് എന്നുള്ളതാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുമിച്ചുള്ള പ്ലോട്ടുകൾക്ക് ഒരുമിച്ച് തന്നെ പെർമിഷൻ എടുക്കുന്നതിന് പകരം ഓരോ വീടുകൾക്ക് സെപ്പറേറ്റ് ആയിക്കൊണ്ട് പെർമിറ്റിന് അപേക്ഷിച്ചതാണ് ഇപ്പോൾ
ഈ ഒരു ഇത്തരത്തിൽ ചട്ടലംഘനമായി കണ്ടുകൊണ്ട് വീടുകളുടെ നിർമ്മാണം നിർത്തിവെക്കുന്നതിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഫൈസൽ, ഇപ്പോൾ ലീഗിന്റെ നിലപാട് എങ്ങനെയാണ്? ഈ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയച്ചെങ്കിലും നിർമ്മാണം തുടരാമെന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? ജിന, നിയമപരമായി ഇതിനെ നേരിടുമെന്നും നിലവിലുള്ള ഈ ഒരു നിയമ സാങ്കേതിക പ്രശ്നം മറികടക്കാൻ മുഴുവൻ പ്ലോട്ടുകൾക്കുമുള്ള അനുമതി അടുത്ത് തന്നെ, അതായത് അധികം വൈകാതെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്